ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തെങ്ങ് കൃഷിയിൽ നമ്മൾ വളമിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ നമ്മൾ വേനൽക്കാലത്തും തണുപ്പ് നിൽക്കാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട ചില മുൻകരുതലുകളെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ദയവായി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക. ഈ തുലാമഴ പെയ്യുന്ന ഈ സമയം നമുക്ക് തെങ്ങിന് വളമിടാം. വളമിടുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ വരും മാസങ്ങളിലെ അല്ലെങ്കിൽ വരാൻ പോകുന്ന വേനൽക്കാലത്തെ അതിജീവിക്കാനുള്ള ചില പ്രതിരോധ നടപടികൾ കൂടെ നമുക്കിതിൻ്റെ കൂടെ ചെയ്യാം. അതായത് നമ്മൾ തെങ്ങിന് വളമിടാൻ വേണ്ടി നമ്മൾ ചോട്ടിൽ നിന്ന് ഒരു 5 അടി ചുറ്റളവിൽ നമ്മളിങ്ങനെ മണ്ണ് വകഞ്ഞു മാറ്റുന്നു. ആ മണ്ണ് വകഞ്ഞു മാറ്റിയിട്ട് അവിടെ നമ്മൾ ചകിരി ഇങ്ങനെ അടുക്കി വെക്കുകയാണ്, മലർത്തി അടുക്കി വെക്കുകയാണ് ചകിരി. അപ്പോൾ ആ ചകിരി ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ ചുറ്റും അടുക്കി വെച്ചിട്ട് അതിനുള്ളിലായിട്ട് നമ്മൾ വളം ഇടാനായിട്ട് ഏത് വളമാണ് ഉദ്ദേശിക്കുന്നത് അത് ആ ചകിരി അടിക്കേൻ്റെ ഉള്ളിലത്തെ റിങ്ങിലായിട്ട് ആ മണ്ണ് മാറ്റിയ ഭാഗത്ത് നമ്മൾ ഇടുക. അങ്ങനെ വളമിട്ട് തെങ്ങിന് ചുറ്റുമായിട്ടിടണം. ഈ തുലാമഴ പെയ്യുന്ന ഈ സമയം ഞാൻ കൊടുക്കുന്നത് നല്ല ഉണങ്ങിയ ആട്ടിൻ ചാണകമാണ്, ചാണകപ്പൊടി. അപ്പോൾ അതിങ്ങനെ നമ്മളതിന് ചുറ്റും ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ആയിട്ട് ചുറ്റിൽ നമ്മളിട്ട് ഒരു കൊട്ട ചാണകപ്പൊടി നമ്മളിട്ട് കൊടുക്കുന്നു. ഇനി ഈ ചാണകപ്പൊടിയും ഈ നമ്മുടെ ചകിരിയും കൂടെ നമ്മൾ കംപ്ലീറ്റ് മണ്ണ് കൊണ്ട് മൂടണം. അപ്പോൾ നമ്മൾ പുറത്തേക്ക് വലിച്ചിട്ട മണ്ണ് കിടപ്പുണ്ട്, ആ മണ്ണ് കൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് മൂടാം. ഇനി ആ മണ്ണ് നമുക്ക് തികയുന്നില്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് മണ്ണ് വെട്ടി വെച്ച് നമ്മൾ ഇത് മൂടണം. അതായത് ചകിരിയും ഈ ചാണകവും കംപ്ലീറ്റ് മണ്ണ് കൊണ്ട് മൂടണം, അത് പുറത്തേക്ക് നിൽക്കാൻ പാടില്ല. അങ്ങനെ മണ്ണ് കൊണ്ട് മൂടി കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോൾ ആ ഇങ്ങനെ ചകിരി അടുക്കി മണ്ണിൻ്റെ അടിയിൽ തടത്തിൽ മൂടി കഴിയുമ്പം കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്, ഈ തടത്തിലേക്ക് മഴ പെയ്യുമ്പോൾ വീഴുന്ന വെള്ളം മുഴുവൻ ഈ ചകിരി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. അതുകൊണ്ട് നമ്മൾ മഴക്കാലം കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇടയ്ക്ക് മഴയില്ലാത്ത അവസരത്തിലും തെങ്ങിൻ്റെ തടത്തിൽ എപ്പോഴും നല്ല ഈർപ്പം നിൽക്കും, ജലാംശം നിൽക്കും. അപ്പോൾ ആ വേനൽക്കാലത്ത് പോലും ഈ ചകിരി ഉള്ളത് കൊണ്ട് ഇടയ്ക്ക് നനച്ച് കൊടുക്കുമ്പോൾ ആ ജലാംശം നമ്മൾ ഈ ചകിരി സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് എപ്പോഴും തണുപ്പ് നിൽക്കും. അത് തെങ്ങിന് നല്ല വളർച്ചയും നല്ല ഈൽഡും തരാൻ സഹായിക്കും. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇത് ഒന്ന് പരീക്ഷിക്കുന്നില്ലെങ്കിൽ ദയവായി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല റിസൾട്ട് കിട്ടും. എൻ്റെ ഈ തെങ്ങിൻ തോട്ടം നിങ്ങൾ ഒന്ന് കാണുക.